വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ പുതിയ CRT ചാപ്റ്ററായ നിയമവും സമൂഹവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ PSC ആവർത്തിച്ച ചോദ്യങ്ങളും PSC ആവർത്തിച്ച SCRT പാഠഭാഗങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞു നിയമവും സമൂഹവും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ എന്താണ് നിയമം എന്ന് വെച്ചാൽ എന്താണ്? സ്കൂളിൽ വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും അനുസരിക്കുന്നത് പോലെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ചില വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടത് അനിവാര്യമാണ് അല്ലേ. അതായത് ഇവിടെ നമ്മൾ സ്കൂളിലത്തെ കാര്യമാണ് പറയുന്നത്. സ്കൂളിൽ നമുക്കറിയാം കുറേ ചിട്ടകളൊക്കെ നമുക്ക് പാലിക്കണം അല്ലേ. നമ്മൾ ഇപ്പോൾ ഒരു കളികളിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിലും ശരി, അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടെ എന്തുണ്ടാവും, സമയക്രമം പാലിക്കണം. അതുപോലെ തന്നെ സ്കൂൾ യൂണിഫോം ധരിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്, സ്കൂളിലെ പ്രധാന ചിട്ടകളാണ് അല്ലേ. അപ്പോൾ അതുപോലെ സ്കൂളിലുള്ള ഈ മാർഗനിർദ്ദേശങ്ങൾ പോലെ തന്നെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ചില വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കേണ്ടത് അനിവാര്യമാണ്. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളെയുമാണ് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിയമം എന്ന് പറയുന്നത്? സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളെയുമാണ് നിയമം എന്ന് പറയുന്നത്. മനുഷ്യർ സാമൂഹിക ജീവികളാണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമാണ്. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ആരുടെയാണ്? സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിയമം എന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളെയും വ്യവസ്ഥകളെയാണ് നിയമം എന്ന് പറയുന്നത്. മനുഷ്യർ സാമൂഹിക ജീവികളാണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതം സംരക്ഷണമൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ഈ നിയമങ്ങൾ അനിവാര്യമാണ് അല്ലേ. നമുക്ക് ഒരു ജീവിതം നമ്മുടെ മെച്ചപ്പെട്ട ജീവിതത്തിനും അതുപോലെ തന്നെ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് നിയമങ്ങൾ അനിവാര്യമാണ്. അങ്ങനെ സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഒരു സാമൂഹിക കൂട്ടായ്മയിലെ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്കുമേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. അപ്പോൾ ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്കുമേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പൊതു താല്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനൊപ്പം തന്നെ എന്ത് വേണം, പൊതു താല്പര്യങ്ങൾ കൂടി പരിഗണിക്കണം അല്ലേ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായിട്ട് വരും. ഈ ധർമ്മത്തെയാണ് എന്ന് പറയുന്നത് നിയമങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വ്യവസ്ഥകൾക്കും ഒരു വ്യക്തിയുടെ അവകാശങ്ങളുണ്ട് അല്ലേ. ഒരു വ്യക്തിക്ക് അവകാശങ്ങളുണ്ട്, സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മൾ സമൂഹത്തിൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു നിയമത്തിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നിയമം പ്രധാനമായിട്ടും നിർവഹിക്കേണ്ടതായിട്ട് വരുന്നത്. അതിന് വേണ്ടിയാണ് ചില ചിട്ടകളൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ളത്. ആ ചിട്ടകളെയാണ് എന്ന് പറയുന്നത് നിയമം എന്ന് പറയുന്നത്. നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുക? നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷങ്ങൾ ഉണ്ടാകും. അത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്നു. അതിനാൽ നിയമലംഘനം ശിക്ഷാർഹമാണ്. അപ്പോൾ നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ എന്ത് സംഭവിക്കാം? സംഘർഷങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. അതിനാൽ നിയമലംഘനം എന്ന് പറയുന്നത് എന്താണ്? ശിക്ഷാർഹമാണ്. അപ്പോൾ പ്രധാനമായിട്ടും നിയമങ്ങൾ 2 രീതിയിലാണ് രൂപപ്പെടുന്നത്. ഏതൊക്കെ രീതിയിലാണ്? സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങളുണ്ട്. അപ്പോൾ നിയമങ്ങൾ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ നിലനിൽക്കുന്ന കുറച്ച് നിയമങ്ങളുണ്ടായിരിക്കും അല്ലേ. സാമൂഹിക വഴക്കങ്ങളോട് കൂടിയിട്ടുണ്ടായിരുന്ന നിയമങ്ങളുണ്ടായിരിക്കാം. അതുപോലെ തന്നെ എന്താണ്, പല സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യവസായികമായ സ്ഥാപനങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ സംവിധാനങ്ങളൊക്കെ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള നിയമങ്ങളാണ് ഉള്ളത്. അപ്പോൾ എന്താണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹിക വഴക്കങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസം, മനോഭാവം, പെരുമാറ്റം എന്നിവയുടെ അലിഖിത നിയമങ്ങളെയാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം പണ്ട് തൊട്ടേ ചില ആചാരങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരിക്കും, പഴയ സംസ്കാരങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരായിട്ട് കൊണ്ടുവന്ന കുറച്ച് നിയമങ്ങളെയാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ അതെന്ന് പറയുന്നത് അങ്ങനെ എഴുതപ്പെട്ട ഒരു നിയമമൊന്നും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്, ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ ആ ലിഖിത നിയമങ്ങളെയാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ വഴക്കങ്ങളിൽ നിന്നും രൂപപ്പെട്ടവയാണ്. പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ്. ഇവ പൊതുവെ കൃത്യമായിട്ട് എഴുതപ്പെടാത്തവയായിരുന്നു. പറഞ്ഞു അലിഖിത നിയമങ്ങളാണെന്നല്ലേ. അതായത് കൃത്യമായിട്ട് എഴുതപ്പെടാത്തവയായിരുന്നു. സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമായിരുന്നു അവ നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നടപ്പിലാക്കിയിരുന്നത്? ആദ്യമൊക്കെ നിയമങ്ങൾ സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും അതുപോലെ തന്നെ ആചാരങ്ങളിൽ കൂടിയൊക്കെയായിരുന്നു നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ചില അന്ധവിശ്വാസങ്ങൾ അതൊക്കെ ഒരു നിയമമായിട്ടായിരുന്നു കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കാലങ്ങൾ പോകുന്തോറും ആ നിയമങ്ങളൊക്കെ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തി ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാതാക്കി ചെയ്തിട്ടുണ്ട്. നിത്യജീവിതത്തിൽ നമുക്ക് പരിചിതമായ നിയമങ്ങൾ ഏതൊക്കെയാണ്? ഗതാഗത നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലാവകാശ നിയമം, അതുപോലെ തന്നെ കുറേ നിയമങ്ങളുണ്ടല്ലേ, സ്ത്രീധന നിരോധന നിയമം. അതൊക്കെ എന്താണ്? പല പുതിയതായിട്ട് നമുക്ക് പരിചയമായിട്ടുള്ള ചില നിയമങ്ങളാണ് അല്ലേ. ഈ നിയമങ്ങൾ രൂപപ്പെട്ടത് എങ്ങനെയായിരിക്കും ഈ നിയമങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കുക? ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് രാഷ്ട്രം എന്ന് വെച്ചാൽ? എന്താണ് രാഷ്ട്രം? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രമെന്ന് പറയുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നിവയാണ്. അപ്പോൾ ഗവൺമെൻറ്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. അതായത് നമ്മളിവിടെ പറഞ്ഞു അല്ലേ, ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അല്ലേ. ആരാണ്? നിയമനിർമ്മാണ സഭയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ഗവൺമെൻറ് മുൻകൈയെടുത്തിട്ട് നിയമങ്ങൾക്ക് ശക്തമായ പൊതുജനാഭിപ്രായം നോക്കില്ലേ, പൊതുജനാഭിപ്രായം നോക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലുകളിൽ നിന്നും നിയമങ്ങൾ രൂപപ്പെടാറുണ്ട്. അപ്പോൾ കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ചില സമയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നതിന് കാരണം നമ്മൾ പറഞ്ഞു നിയമനിർമ്മാണ സഭകളാണ് നിയമങ്ങൾ നിയമിക്കുന്നത്. എന്നാൽ ചില സമയത്ത് കോടതികൾക്കും ഇതുപോലെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് നിയമങ്ങൾ നിർമ്മിക്കപ്പെടാനായിട്ട് അവസരങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റ്, കേരള നിയമനിർമ്മാണ സഭയൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് പറയുന്നത്? ഫസ്റ്റത്തെ പിക്ചറിൽ എന്താണ്? സൈക്കിൾ സവാരി പാടില്ല എന്നല്ലേ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് സൈക്കിൾ സവാരി പാടില്ല. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇത് എന്താണ് സൈൻ? കാൽനട യാത്ര പാടില്ല അല്ലേ. പി എന്താണ്? പാർക്കിംഗ് പാടില്ല. അതുപോലെ തന്നെ എന്താണ്? സ്കൂളാണ് കാണിച്ചിട്ടുണ്ടല്ലേ, അടുത്ത് സ്കൂളുണ്ട്, അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെന്താണ്? റെയിൽവേ ഗേറ്റ് ആണ് അല്ലേ, റെയിൽവേ ഗേറ്റ് ആണ്. പിന്നെ എന്താണ്? സീബ്ര റോഡ് മുറിച്ച് കിടക്കുന്നില്ലേ, സീബ്ര ലൈനും അതുപോലെ തന്നെ റോഡ് മുറിച്ച് കിടക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്ന് പറയുന്നുണ്ട് അല്ലേ, സീറ്റ് ബെൽറ്റ് ധരിക്കാൻ പറയുന്നുണ്ട്. ഹോൺ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ്? ഹെൽമെറ്റ് ധരിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ സൈൻസ് നൽകിയിട്ടില്ലേ, റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇതൊക്കെ. ഇത്തരം അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന നിയമങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ടത് അനിവാര്യമാണ്. റോഡ് ഗതാഗതം സുഗമവും അപകടരഹിതവുമാക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങളാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ എന്ന് പറയുന്നില്ലേ. റോഡ് സുരക്ഷാ നിയമങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? റോഡ് ഗതാഗതം സുഗമവും അപകടരഹിതമാക്കുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങളെയാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ എന്ന് പറയുന്നത്. കാൽനട യാത്രക്കാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഈ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഗതാഗത നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പുവരുത്തുവാനായിട്ട് കഴിയുന്നു.
ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്ലക്കാർഡ്സ് ഒക്കെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് കാൽനട യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്നു പറഞ്ഞിട്ട് നൽകിയിട്ടില്ല അല്ലേ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ രാജ്യത്ത് വാഹന ഗതാഗതം റോഡിൻ്റെ ഇടതുവശത്തോടു കൂടിയാണ്. അപ്പോൾ റോഡിൻ്റെ വലതുവശത്ത് ചേർന്ന് നടന്നാൽ എന്ത് സംഭവിക്കും? എതിരെ വരുന്ന വാഹനങ്ങൾ വ്യക്തമായി കാണാനായിട്ട് സാധിക്കും. ഇടതുവശത്തു കൂടിയാണ് നടക്കുന്നതെങ്കിൽ പിന്നിലൂടെ വരുന്ന വാഹനങ്ങൾ നാം കാണില്ല. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്താണ് വാഹന ഗതാഗതം റോഡിൻ്റെ ഇടതുവശത്തോടു കൂടിയാണ് അല്ലേ. അപ്പോൾ റോഡിൻ്റെ വലതുവശത്ത് ചേർന്ന് നടന്നാൽ എതിരെ വരുന്ന വാഹനങ്ങൾ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇടതുവശത്തു കൂടിയാണ് നടക്കുന്നതെങ്കിൽ പിന്നിലൂടെ വരുന്ന വാഹനങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റില്ല അല്ലേ. അതുപോലെ തന്നെ റോഡിൻ്റെ വശത്ത് നടപ്പാത ഉണ്ടെങ്കിൽ അതിലൂടെ നടക്കാം. നടപ്പാതകളില്ല എങ്കിൽ റോഡിൻ്റെ വലതുവശം ചേർന്ന് മാത്രമാണ് നടക്കാനായിട്ട് പാടുള്ളൂ. 2 പേരിൽ കൂടുതൽ വശം ചേർന്ന് നടക്കരുത്. 2 പേരിൽ കൂടുതൽ പേര് വശം ചേർന്ന് നടക്കരുത്. അതുപോലെ തന്നെ കാൽനടയാത്ര നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൂടെ കാൽനടയാത്ര പാടില്ല. മൊബൈൽ ഫോൺ, ഹെഡ്സെറ്റ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ കൂടി നടക്കരുത്. ആദ്യം വലതുവശത്തേക്കും പിന്നീട് ഇടതുവശത്തേക്കും നോക്കി വാഹനങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തി റോഡ് മുറിച്ചെടുക്കുക. സീബ്ര ക്രോസിങ്ങിലുള്ള സ്ഥലങ്ങളിലൂടെ മാത്രം റോഡ് മുറിച്ച് കടക്കുക. സിഗ്നലുള്ള ഇടങ്ങളിൽ കാൽനടയാത്രക്കാർക്ക് കടന്നു പോകാനുള്ള പച്ച വെളിച്ചം തെളിയുന്നത് വരെ കാത്തു നിൽക്കുക. കാൽനട യാത്രക്കാർക്കായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മേൽപ്പാലങ്ങൾ, സ്കൈവാക്ക്, ഭൂഗർഭ പാതകൾ എന്നിവ ഉണ്ടെങ്കിൽ അവ ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് നിയമവും സൈബർ ലോകവും എന്ന് പറയുന്നത്? അപ്പോൾ നമുക്കറിയാമല്ലോ പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ നോക്കി കുറച്ച് ഹെഡിങ്ങൾ നൽകിയിട്ടില്ലേ. സൈബർ തട്ടിപ്പ്, വിദേശ പൗരൻ അറസ്റ്റിൽ, പിന്നെ ഓൺലൈൻ ഇടപാട് നടത്തുന്നവർക്ക്, അതുപോലെ തന്നെ ലക്കി കൂപ്പൺ അയച്ച് തട്ടിപ്പ്, വീഡിയോ കോളിലും വ്യാജൻ, പിന്നെ എന്താണ് വ്യാജ സാമൂഹിക മാധ്യമ പ്രൊഫൈൽ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ്, അങ്ങനെ പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അല്ലേ. നവമാധ്യമങ്ങളിലൂടെ എത്ര തട്ടിപ്പുകളാണ് നടക്കുന്നതില്ലേ. അപ്പോൾ ഇതിനൊക്കെ നിയമങ്ങൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് നിയന്ത്രിക്കുന്നതിനായിട്ട് നിയമങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. എന്നാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 വന്നിട്ടുണ്ട്. വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 വന്നിട്ടുണ്ട്. വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായിട്ട് നിലവിൽ വന്ന നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 എന്താണ് പറയുന്നത്? വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായിട്ട് നിലവിൽ വന്ന നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷ ഈ വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 പ്രകാരം ലഭിക്കുന്നതാണ്. ഇൻ്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 എന്ന് പറയുന്നത്. അപ്പോൾ വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 എന്താണ് പറയുന്നത്? ഈ ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെയൊക്കെ അതിന് വേണ്ടിയിട്ട് നിയമങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതിനാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 എന്ന് പറയുന്നത്. ഇതുപോലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പല വിധത്തിലുള്ള നിയമങ്ങളും ഇന്ന് നിലവിലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ നിയമങ്ങളാണുള്ളത് നോക്കാം. എന്താണ് വിവരാവകാശ നിയമം 2005? നമുക്കറിയാം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പല പുതിയ ചാപ്റ്ററുകളിൽ ഇനി വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് 9ാം ക്ലാസ്സിലെ ജനാധിപത്യ സ്ഥാപനം എന്ന് പറയുന്ന ഒരു ഇതിൽ ചാപ്റ്ററിൽ കൂടുതലായിട്ട് കമ്മീഷൻസിനെ കുറിച്ച് പറയുന്ന നിയമങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, മനുഷ്യാവകാശ സംരക്ഷണ നിയമമൊക്കെ അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇനി എന്താണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്? 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. എന്താണ് ഉദ്ദേശം എന്ന് പറയുന്നത്? പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതാണ് വിവരാവകാശ നിയമം 2005. എന്താണ് പറയുന്നത്? പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതാണ് വിവരാവകാശ നിയമം 2005. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വനസംരക്ഷണ നിയമമുണ്ട് അല്ലേ. വനസംരക്ഷണ നിയമം ഏതാണ്? വനസംരക്ഷണ നിയമം ഏത് വർഷമാണ് വനസംരക്ഷണ നിയമം വന്നത്? 1980 വനസംരക്ഷണ നിയമം നിലവിൽ വന്നത്. റിസർവ് വനമല്ലാതെ ആക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങിക്കണം എന്നാണ് അതിൽ പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഏത് നിയമമാണ് അറിയുന്നത്? സേവന അവകാശ നിയമമുണ്ട് അല്ലേ. 2012 സേവന അവകാശ നിയമം നിലവിൽ വന്നത്. സേവന അവകാശ നിയമം നിലവിൽ വന്നത് 2012 സേവന അവകാശ നിയമം നിലവിൽ വന്നത്. അതായത് സേവനങ്ങൾ പൗരർക്ക് ഉറപ്പ് നൽകുന്നതാണ് അല്ലേ. പൗരരുടെ അവകാശമാണ് ഈ സേവനങ്ങളൊക്കെ. അത് ഫലപ്രദമായിട്ട് സമയബന്ധിതമായിട്ട് നിയമങ്ങൾ പൗരർക്ക് ഉറപ്പ് നൽകുന്ന ഇതാണ് സേവനാവകാശ നിയമം 2012 പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് അറിയുന്നത്? ഭക്ഷ്യസുരക്ഷാ നിയമം ഉണ്ടല്ലോ അല്ലേ. ഭക്ഷ്യസുരക്ഷാ നിയമം എന്നാണ് നിലവിൽ
നിലവിൽ വന്നത് 2013 ഭക്ഷ്യസുരക്ഷാ നിയമം ചോദിക്കാറുണ്ട് കേട്ടോ. ഭക്ഷ്യസുരക്ഷാ നിയമം ചോദിക്കാറുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013 അത് ഭക്ഷ്യസുരക്ഷാ നിയമം പ്രകാരം എന്നാണ് പറയുന്നത്, അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളോ ഭക്ഷണമോ വിതരണം ചെയ്യാത്ത സാഹചര്യത്തിൽ അർഹമായ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യസുരക്ഷാ അലവൻസിനുള്ള വ്യവസ്ഥ നൽകുന്നതിനെയാണ് എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷാ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ നിയമങ്ങൾ നമ്മൾ കണ്ടുവരിച്ചിട്ടുള്ള നിയമങ്ങളാണ്. വിവരാവകാശ നിയമം 2005 വന്നു. വനസംരക്ഷണം എന്ന് 1980 വന്നു. 2012 സേവനാവകാശ നിയമം വന്നു. ഭക്ഷ്യസുരക്ഷാ നിയമം 2013 വന്നു. ഗതാഗത നിയമങ്ങൾ, സൈബർ നിയമങ്ങൾ തുടങ്ങിയവ സമൂഹത്തിൻ്റെ പൊതുസുരക്ഷ മുൻനിർത്തിയിട്ടുള്ളതാണ്. എന്നാൽ ചില നിയമങ്ങൾ പ്രത്യേക വിഭാഗങ്ങളുടെ സംരക്ഷണാർത്ഥം ഉള്ളവയാണ്. അപ്പോൾ ചില നിയമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, സമൂഹത്തിൻ്റെ പൊതുവായ സുരക്ഷ മുൻനിർത്തിയിട്ടുള്ളതാണ്. എന്നാൽ ചില നിയമങ്ങൾ പ്രത്യേക വിഭാഗങ്ങളുടെ സംരക്ഷണാർത്ഥം ഉള്ളവയാണ്. ഓക്കെ, ഈ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കുട്ടികളും അവകാശങ്ങളും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം കുറച്ച് നൽകിയിട്ടുണ്ട് അല്ലേ, കുറച്ച് കട്ടിങ്സുകൾ നൽകിയിട്ടുണ്ട്. ബാലവേല നിരോധന നിയമം ലംഘിച്ചു, അതുപോലെ തന്നെ ശേഷി വിവാഹ നിരോധന നിയമം നിലവിൽ വന്നോ, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നോ. ഇതൊക്കെ എന്താണ്, കുട്ടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവകാശങ്ങളാണ് അല്ലേ. വാർത്താ തലക്കെട്ടുകളുടെ കൊളാഷ് ശ്രദ്ധിക്കൂ. ഏതെല്ലാം നിയമങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്? ബാലവേല നിരോധന നിയമം, അതുപോലെ തന്നെ എന്താണ് ബാലനീതി നിയമം അല്ലേ, ബാലനീതി നിയമം, ബാലനീതി നിയമം, ബാലനീതി നിയമം. ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് അല്ലേ, ബാലനീതി നിയമം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം. അതുപോലെ തന്നെ എന്താണുള്ളത്, ശൈശവ വിവാഹ നിരോധന നിയമം അല്ലേ, ശൈശവ വിവാഹ നിരോധന നിയമം, ശൈശവ വിവാഹ നിരോധന നിയമം എന്ന് പറയുന്നതൊക്കെ എന്താണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് അല്ലേ. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഇതുകൂടാതെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്, ബാലവേല നിരോധന നിയമം. ബാലവേല നിരോധന നിയമം എന്നാണ് വന്നത് 1986 ബാലവേല നിരോധന നിയമം വന്നത് 1986. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ്. അപ്പോൾ എന്താണ് ബാലവേല നിരോധന നിയമത്തിൽ പറയുന്നത്, 14 വയസ്സിന് താഴെയുള്ള, ചിലപ്പോൾ ചോദിക്കാട്ടോ എത്ര വയസ്സിന് താഴെയെന്ന് ചോദിക്കാം. അപ്പോൾ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ് എന്നാണ് ബാലവേല നിരോധന നിയമം 1986 പറയുന്നത്. 1986 പറയുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണെന്നാണ് പറയുന്നത്. അതായത് ബാലവേല നിരോധന നിയമം വന്നത് 1986. നെക്സ്റ്റ്, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് 2009 നിയമം പ്രാബല്യത്തിൽ വന്നത് കേട്ടോ. 2010 ശരിക്കും പറഞ്ഞാൽ നിയമം പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കുന്നത് കേട്ടോ. അപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്നതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 വന്നു. ഇനി ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്തിനാണ്, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. ബാലാവകാശ സംരക്ഷണം എന്ന് വെച്ചാൽ എന്താണ്, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്നതാണ്. ദേശീയ തലത്തിലാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര അല്ലെ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനുണ്ട്. സംസ്ഥാന തലത്തിലാണെന്നുണ്ടെങ്കിലോ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഇവിടെ, ബാലവേല നിരോധന നിയമം വന്നത് 1986, വിദ്യാഭ്യാസ അവകാശ നിയമം 2009, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്ന് പറയുന്നത് ബാലകങ്ങൾ അതായത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി എന്താണ് ബാലനീതി നിയമം? ബാലനീതി നിയമം 2015 ബാലനീതി നിയമം വന്നത്. 2015 ബാലനീതി നിയമം വന്നത്. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ബാലനീതി നിയമം 2015 പറയുന്നത്? സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായിട്ട് 2015 നിലവിൽ വന്ന നിയമമാണ് ഈ ബാലനീതി നിയമം എന്ന് പറയുന്നത്. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലേ, ഇതൊക്കെ എന്താണ് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ബാലനീതി നിയമം വന്നത് 2015 പഠിച്ചു വയ്ക്കാം.
ഇനി നോക്കിയേ, ലോക ബാലാവകാശ സംരക്ഷണ ദിനത്തിന് ഇത് ചോദിക്കാം കേട്ടോ, ദിവസം ചോദിക്കാം. അപ്പം നവംബർ 20-നാണ് ലോക ബാലാവകാശ സംരക്ഷണ ദിനം. ലോക ബാലാവകാശ സംരക്ഷണ ദിനം എന്നാണ് നവംബർ 20-നാണ് ലോക ബാലാവകാശ സംരക്ഷണ ദിനം. ഇനി എന്താണ് പറയുന്നത്, നെക്സ്റ്റ് എന്താണ്, ബാലവേല വിരുദ്ധ ദിനം. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12-നാണ്, ചോദിക്കാറുണ്ട്. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12-നാണ്. ഇനി ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 അതും ചോദിക്കാറുണ്ട് കേട്ടോ. 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. അപ്പം ലോക ബാലാവകാശ സംരക്ഷണ ദിനം നവംബർ 20, ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി പോക്സോ ആക്ട് 2012 ചോദിക്കാറുണ്ടല്ലേ ഇപ്പോൾ. അപ്പോൾ പോക്സോ ആക്ട് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ്. 2012 വന്നത്. ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായിട്ട് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. അതായത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് എന്തെന്ന് പറയുന്നത് പോക്സോ ആക്ട്. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പോക്സോ ആക്ട് നടപ്പിലാക്കിയത് 2012 നടപ്പിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് നിയമവാഴ്ച എന്ന് പറയുന്നത്? വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. ഈ നിയമങ്ങൾ വിധേയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ സാമൂഹിക ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നത്. നിയമത്തിന് മുമ്പിൽ എല്ലാ പൗരരും തുല്യരാണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തെയാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തെയാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തർക്ക പരിഹാര സംവിധാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വിദ്യാലയത്തിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെഡ് മിസ്ട്രസിനെയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിനോ സമീപിക്കും. അതുപോലെ സമൂഹത്തിൽ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുമ്പോൾ നിയമവാഴ്ച ഉറപ്പുവരുത്തുവാനും അവയ്ക്ക് പരിഹാരം കാണുവാനും എന്തെല്ലാം സംവിധാനങ്ങളെയാണ് നമ്മൾ സമീപിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജാഗ്രതാ സമിതികളെ സമീപിക്കും. അതുപോലെ തന്നെ എന്താണ് നമ്മൾ സമീപിക്കുന്നത്? പോലീസ് സ്റ്റേഷനെ നമ്മൾ സമീപിക്കാറുണ്ട്. അതുപോലെ തന്നെ ജനപ്രതിനിധികളെ, രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മൾ സമീപിക്കാം. കോടതികളെ സമീപിക്കുന്നതാണ്. അപ്പോൾ ഇവരെയൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സമീപിക്കുന്നത്. ക്രമസമാധാന പാലനമാണ് പോലീസിൻ്റെ ചുമതല എന്ന് പറയുന്നത്. എന്താണ്? ക്രമസമാധാന പാലനമാണ് പോലീസിൻ്റെ ചുമതല. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുമുള്ള അധികാരം ആർക്കാണ്? കോടതികൾക്കാണ്. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുമുള്ള അധികാരം കോടതികൾക്കാണ്. ഇനി സുപ്രീം കോടതി ചോദിക്കാറുണ്ട് കേട്ടോ. സുപ്രീം കോടതിയും ഹൈക്കോടതിക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ സുപ്രീം കോടതി എന്താണ്? ഇന്ത്യയുടെ പരമോന്നത കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ് ഇന്ത്യയുടെ പരമോന്നത കോടതി. ന്യൂഡൽഹിയാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ന്യൂഡൽഹിയാണ്. ഇനി കേരള ഹൈക്കോടതി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? എറണാകുളത്താണ്. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. സുപ്രീം കോടതിയും ഹൈക്കോടതികളും കൂടാതെ വിവിധതരം കോടതികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. സുപ്രീം കോടതി, ഹൈക്കോടതികൾക്ക് കീഴെ ജില്ലാ കോടതി, കീഴ്ക്കോടതി എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല. നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാമൂഹിക ജീവിതം സാധ്യമാകുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.